സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകലിൻ്റെ ആരംഭ സമയം കാൽവറി ക്രൂശിൻ്റെ ആ ജയഘോഷം നമ്മൾ ആഘോഷിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലല്ലാതെ നമുക്ക് സന്തോഷിക്കുവാൻ മറ്റൊരിടമില്ല. Only in the presence of God we can celebrate. We can be always happy in spite of all the difficult situations. അല്ലേ? ഈ സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാൻ എനിക്ക് അവസരം വരുമ്പോൾ ഞാൻ ക്രമമായിട്ടാണ് അത് ചെയ്യുന്നത്. അത് പ്രകാരം എനിക്ക് കിട്ടിയ അവസരത്തിൽ അടുത്തതായിട്ടുള്ളത് 37 അതുകൊണ്ടാണ് ഞാൻ ആ സങ്കീർത്തനം തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ലോർഡ്. ഈ 37 സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് 3 പ്രധാന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ 3 പേരെക്കുറിച്ചാണ് നമുക്ക് അവിടെ ആ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 3 പേരെന്ന് പറഞ്ഞാൽ എപ്പോഴും സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ താൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നീതിമാൻ, അല്ലെങ്കിൽ നീതിമാന്മാർ അല്ലെ നീതി പ്രവർത്തിക്കുന്നവർ, അതൊന്ന്. 2 ദുഷ്ടൻ അല്ലെ ദുഷ്ടന്മാർ. 3 സർവശക്തനായ ദൈവം. ഈ 3 ആളുകളെയാണ് അല്ലെ വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീതിമാനും ദൈവവുമായിട്ടുള്ള ബന്ധം. 2 ദുഷ്ടനെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. നീതിമാന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളും വിടുതലുകളും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. അതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. ആ മുഷിയരുതെന്നുള്ള കാര്യം 2-3 പ്രാവശ്യമായിട്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, വീണ്ടും താഴോട്ട് മുഷിഞ്ഞു പോകരുതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ എങ്ങനെയാണ് നീതിമാനോട് അല്ലെ നീതിമാൻ്റെ വഴിയിൽ അവൻ്റെ ലക്ഷ്യത്തിന് എതിരായിട്ട് ഒരു ദുഷ്ടൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ അല്ലെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ ആ നീതിമാനെ സംബന്ധിച്ചുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിത്യതയിൽ ചെന്നെത്തുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയം ഇതാണ്: ഒരു നീതിമാൻ്റെ വഴി. ആ വഴിയെക്കുറിച്ച് അവിടെ വളരെ വളരെ ശക്തമായിട്ട് പല വാക്യങ്ങളിലായിട്ട് ശക്തമായിട്ട് ദൈവാത്മാവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ 5-ാമത്തെ വാക്യത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നു: നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. പ്രൈസ് ലോർഡ്. Commit your way to the Lord, trust also in him and he will do it. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടേതായിട്ടൊരു വഴിയുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. എന്നാൽ ആ വഴി ദൈവത്തിൻ്റെ വഴിയായി തീരുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം ജയകരമായി തീരുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ വഴിയെ നീ പോകാതെ നിൻ്റെ വഴി അതെന്ത് ചെയ്യണം? നീ ദൈവത്തിലേക്കൊന്ന് ഭരമേൽപ്പിക്കുക. പ്രൈസ് ലോർഡ്. അതായത് കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. അതായത് നമ്മുടെ വഴിയായി മാറാതെ അത് യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവനത് നിർവഹിച്ചു തരും. ഹീ ഈസ് ദ വൺ ഹു വിൽ എക്സിക്യൂട്ട് ഇറ്റ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്, ട്രസ്റ്റ് ഓൾസോ ഇൻ ഹിം ആൻഡ് ഹീ വിൽ ഡു ഇറ്റ്. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. പ്രൈസ് ലോർഡ്. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ദൈവസ്ഥനിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ദൈവാത്മാവ് ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: നമ്മുടേതായിട്ടൊരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മുടേതായിട്ടുള്ള ഒരു രീതികൾ നമ്മൾ തന്നെ ഒരു രീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വഴി എന്തായി തീരണം? ദൈവത്തിൻ്റെ വഴിയായി തീരണം. ഹല്ലേലൂയ. അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 17-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും,
എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. കാര്യം നമ്മുടെ ഈ മരുഭൂപ്രയാണ യാത്രയിൽ ഇതൊരു വഴിയാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിത യാത്രയുടെ ആ ലക്ഷ്യം, ആ ഏറ്റവും ഡെഡ് എൻഡ് ഈസ് വാട്ട് ഈസ് ദ ഡെഡ് എൻഡ് ഓഫ് അവർ സ്പിരിച്വൽ ജേർണി? ദാറ്റ് ഈസ് ദ ഇറ്റേണിറ്റി. നിത്യതയാണ് നമ്മുടെ എല്ലാവരുടെയും അവസാനം. അതുവരെ നമ്മളൊരു യാത്രയിലാണ്. എന്നാൽ ഈ യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ തകർത്ത് കളയുവാൻ എപ്പോഴും ആരുണ്ട്? ദുഷ്ടനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്. ദുഷ്ടന്മാരുടെ ഭുജം എപ്പോഴും എന്താണ്? നീതിമാൻ്റെ നേരെ ഇരിക്കുക. അവനെ എങ്ങനെയും തകർത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീതിമാന്മാർക്കുള്ള ആശ്രയം എന്താണ്? യഹോവയാണ്. യഹോവ അവൻ്റെ വഴിയിൽ അവനെ താങ്ങിക്കൊള്ളും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ദ ആംസ് ഓഫ് ദ വിക്കഡ് വിൽ ബി ബ്രോക്കൺ ബട്ട് ദ ലോർഡ് സസ്റ്റെയിൻസ് ദ റൈച്ചസ്. അപ്പോൾ ആ നീതിമാന്മാരെ താങ്ങുന്ന ഒരു കരം, അത് ദൈവത്തിൻ്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ വീണ്ടും വീണ്ടും ദാവീദിൻ്റെ സങ്കീർത്തനമാണല്ലോ, ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ആ അനുഭവത്തിൽ നിന്നാണ് താൻ പറയുന്നത്, എൻ്റെ വഴിയെ ഞാൻ യഹോവയിൽ ഭരമേൽപ്പിച്ചു. ദാവീദിനെ തകർത്തു കളയുവാൻ തൻ്റെ വഴിയിൽ, തൻ്റെ ജീവിത യാത്രയിൽ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയ സ്ഥാനത്ത് ദൈവം ദാവീദിനെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ, അത് 23-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ വായിച്ചു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. The steps of a man are established by the Lord and he delights in his way. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ വഴികളെ ഏൽപ്പിച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന് അതിൽ പ്രസാദം തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഒരു നിമിഷം. നമ്മുടെ വഴികൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രസാദമായി തീരുന്നുണ്ടോ? പലപ്പോഴും സംഭവിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ പ്രസാദം ദൈവത്തിന് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ആത്മീയ പരാജയം സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു നീതിമാനെ സംബന്ധിച്ച് അവൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ എന്ത് സംഭവിക്കുന്നു? യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഗമനത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നേക്കാം, പക്ഷേ അത് സ്റ്റെബിലിറ്റി ഉള്ളതായിരിക്കും. ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അത് സ്ഥിരമായിരിക്കുന്ന ഒരു യാത്രയായിരിക്കും എന്ന് അവിടെ വളരെ ശക്തമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുകൊണ്ട് നിൻ്റെ വഴി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ആ വഴി യാത്രയിലെല്ലാം ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, നിരാശകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എങ്കിലും വീണു പോകാതെ, നിലംപരിചായി നശിച്ചു പോകാതെ എന്ത് സംഭവിക്കുന്നു? അവിടെ ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. 24-ാം വാക്യത്തിൽ വീണ്ടും അവിടെ എടുത്തു പറയുന്നുണ്ട്, അവൻ വീണാലും എന്ത് സംഭവിക്കും? നിലം പരിചാകില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ വീണാലും നിലം പരിചാകുകയില്ല. യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമുക്ക് ആശ്രയമുള്ളത് ഈ ലോകത്തിൻ്റെ സമ്പത്തോ, ഈ ലോകത്തിൻ്റെ ആരോഗ്യമോ, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങളോ, അധികാരങ്ങളോ, സമ്പത്തോ ഒന്നുമല്ല. ഇതെല്ലാം കേവലം ഒരു നിമിഷം പോലും ഇല്ല. ഹല്ലേലൂയ. അതിൻ്റെ അത്രയും പോലും ആയുസ് അതിനില്ല. എന്നാൽ അവിടെ വീണു പോയാലും നമ്മൾ നിലം പരിചാകത്തില്ല. ഒരു നീതിമാൻ വീണാലും അവൻ നിലം പരിചാകത്തില്ല. എന്താണ് കാരണം? യഹോവ അവൻ്റെ കൈക്ക് പിടിക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, എന്നോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ഒരിക്കലും നിലം പരിചായി പോകത്തില്ല കേട്ടോ. ഒരിക്കലും നമ്മൾ നിലം പരിചായി പോകത്തില്ല. നമ്മുടെ വഴി ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിന് പ്രസാദമായി തീർന്നാൽ എന്ത് ചെയ്യും? ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചുകൊള്ളും. ഹല്ലേലൂയ. നമ്മൾ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. യഹോവ അവനെ പിടിച്ച് താങ്ങുന്നു. സങ്കീർത്തനക്കാരൻ 37-ാം സങ്കീർത്തനത്തിൽ വീണ്ടും താൻ ഇങ്ങനെ പറയുന്നുണ്ട്. 31-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ നോട്ടീസ് ഇടുവാനിടയായി. കാര്യം ഇന്നലെ ചില സഹോദരങ്ങൾ ഇവിടെ
കടന്നു വന്നപ്പോൾ ഞാനും ചിലപ്പോൾ സ്കിഡാകുന്ന അനുഭവമുണ്ട്. അവിടെ സോൾട്ട് ഇട്ടാലും ചിലപ്പോൾ അത് ശരിയാകത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സോൾട്ട് കാണത്തില്ല. നമ്മൾ ഈ സ്ലിപ്പറി ആയിട്ടുള്ള ഇടമാണ് നമ്മുടെ കാലടികൾ. കാര്യം ശരീരം എങ്ങനെ ഇരുന്ന് ബലമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കാലൊന്ന് തെന്നിയാൽ നമ്മൾ മറിഞ്ഞടിച്ച് വീഴും. അതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കാലടികൾ വഴുതുവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആരുടെ ഹൃദയത്തിലുണ്ട്? നമ്മുടെ ഹൃദയത്തിൽ. അല്ലെ ഓരോ നീതിമാൻ്റെയും അല്ലെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ. ഇഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ ഹാർട്ട് ദെൻ യു വിൽ നോട്ട് സ്ലിപ്പ്. ഹല്ലേലൂയ. അങ്ങനെ സ്ലിപ്പാകാതെ ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ ലോ ഓഫ് ഹിസ് ഗോഡ് ഈസ് ഇൻ ഹിസ് ഹാർട്ട് ആൻഡ് ഹിസ് സ്റ്റെപ്സ് ഡു നോട്ട് സ്ലിപ്പ്. ഹല്ലേലൂയ. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. 34 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. വീണ്ടും ആ വഴിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വഴികളെ ഏൽപ്പിച്ച് യഹോവയ്ക്ക് വേണ്ടി പ്രത്യാശിച്ചാൽ, നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ കടന്നു പോകേണ്ട ആത്മീയ മർമ്മങ്ങളാണ്. 1000 ആണ്ട് വാഴ്ചയുണ്ട്, നിത്യതയുണ്ട്. ഈ വിഷയങ്ങളിലേക്കെല്ലാം പ്രാവചനിക ആത്മാവിലൊക്കെയും അത് എഴുതിയിരിക്കുന്ന വാക്യമാണ്. അതിൽ നിന്നുള്ള സമയങ്ങളിൽ എന്നാൽ നമ്മുടെ അനുദിന ആത്മീയ ജീവിതയാത്ര ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? ദൈവം നമുക്കൊരു അവകാശം അത് തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. അവൻ്റെ പക്ഷെ എന്താണ്? ദ വേസ് ഓഫ് ദ ലോർഡ്, ദ വേസ് ഓഫ് ദ ലോർഡ്, ദ വേസ് ഓഫ് ദ ലോർഡ് ഷുഡ് ബി ഒബെയ്ഡ്. അല്ലെങ്കിൽ അത് നമ്മൾ പ്രമാണിക്കണം. ആ ദൈവത്തിൻ്റെ വഴി നമ്മൾ പ്രമാണിച്ച് നടന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, വെയിറ്റ് ഫോർ ദ ലോർഡ് ആൻഡ് കീപ് ഹിസ് വേ. ഇപ്പോൾ ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച് നടക്കണം. 36 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഞാൻ പിന്നെ അതിനെ പോയപ്പോൾ അവന് ഇല്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രധാനമായിട്ട് 3 പേരെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 1 നീതിമാൻ, 1 ദുഷ്ടൻ, 3 സർവശക്തനായ ദൈവം. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ, ഈ നീതിമാൻ്റെ യാത്രയിൽ അവനെ തെന്നിച്ച് കളഞ്ഞ ദുഷ്ടൻ ഹല്ലേലൂയ കരുത്താർജിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പറയുന്നത്, നീ മുഷിഞ്ഞു പോകരുത്, അസൂയപ്പെടരുത്, പ്രശ്നം ഉണ്ടാകരുത്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീതിമാൻ പിന്നെ പോയപ്പോൾ അവനെ അവിടെ കണ്ടില്ല, ആ വഴിയെ പോയപ്പോൾ അവനെ കണ്ടില്ല എന്നവിടെ ശക്തമായിട്ട് ഏൽപ്പിച്ച് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ആ 8 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവായേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു വെല്ലുവിളി. നമ്മുടെ ജീവിതയാത്രയിൽ അന്ത്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആത്മീയ തത്വമാണ് നമ്മുടെ ത്രിയേക ദൈവം, ട്രയൂൺ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് 3 ആളത്വങ്ങളുണ്ടല്ലേ. 1 ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്, അതായത് സ്പിരിറ്റ്, ബോഡി ആൻഡ് സോൾ. ദ സ്പിരിറ്റ് ഈസ് ഓൾവേസ് ട്രൈങ് ടു കണക്ട് വിത്ത് ദ ഗോഡ് ഓൾമൈറ്റി, whereas the body is always trying to enjoy the life, enjoy this world, whereas the soul will take a decision whether you want to go towards the body or you want to go towards the spirit. അതായത് നമ്മുടെ ആ ദേഹിയാണ് തീരുമാനിക്കുന്നത്, എനിക്ക് ഈ ഇമ്പങ്ങളിലേക്ക് പോകണമോ അതോ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമോ എന്നുള്ളത്. ആ യാത്രയിൽ ദുഷ്ടൻ പലപ്പോഴും ഒരു ഭക്തൻ്റെ ആ ആത്മീയ ജീവിതയാത്രയെ തടുത്തു കളയാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് കോപം, ക്രോധം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വീണ്ടും എടുത്തു പറയുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. നമ്മൾ 1 രാജാക്കന്മാരിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. യഹോവ, അതായത് ശൗലിനെ കുറിച്ചാണ്, ശലോമോനെ കുറിച്ചുള്ള ഭാഗമാണ് അവിടെ പറയുന്നത്. ശലോമോൻ തൻ്റെ ജീവിതയാത്രയുടെ അന്ത്യത്തിൽ ദൈവത്തെ വിട്ട് മറ്റ് മ്ലേച്ഛ വിഗ്രഹങ്ങളെയൊക്കെയും സേവിക്കുവാൻ താൻ കടന്നുപോയി. ആ സമയത്ത് അവിടെ പറയുന്നു,
തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന് കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. പ്രൈസ് ദി ലോർഡ്. It says like this, and the Lord was angry with Solomon because his heart had turned from the Lord God of Israel, who had appeared to him twice and had commanded him concerning this thing, that he should not follow other gods, but he did not observe what the Lord commanded. Therefore the Lord said to Solomon, since you have done this, I have not kept my covenant and my statutes. അങ്ങനെ പറഞ്ഞ ദൈവത്തിൻ്റെ കോപം ഞാൻ അവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കോപത്തിന് നമ്മൾ ഇരയായിത്തീരരുത്. കാരണം ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി തീർന്നാൽ പലപ്പോഴും എന്ത് സംഭവിക്കും? അത് നമ്മുടെ ആത്മീയ ജീവിതയാത്രയ്ക്ക് ഒരു തടസ്സമായി മാറും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാം, യാക്കോബും യോഹന്നാനും അവരെ ഇടിമക്കളെന്ന് വിളിക്കുവാനിടയായി. എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ പറയുന്ന ലൂക്കോസ് 9-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം അവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്. ശമരിയ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ എന്തോ അവർ പറഞ്ഞത്, ആ ശമരിയക്കാർ അവരെ കൈക്കൊണ്ടില്ല. അവരെ കൈക്കൊള്ളാതിരുന്നപ്പോൾ ഈ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും അത് കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. ഉടനെ യേശു അവരോട് തിരിഞ്ഞ് ശാസിച്ച് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് അവരോട് തർജ്ജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശിഷ്യനായിരുന്ന യോഹന്നാനാണ് പിന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറിയത്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറി. അപ്പോൾ ഒരു നീതിമാൻ്റെ ജീവിതയാത്രയിൽ, അവൻ്റെ ആത്മീയ ജീവിതയാത്രയെ തടസ്സം ചെയ്യുന്ന ഒരു കാര്യമാണ് കോപം, ക്രോധം. അതുകൊണ്ട് ദുഷ്ടനോടുള്ള മുഷിപ്പ്, ഇതെല്ലാം മാറ്റി നമ്മുടെ വഴികളെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. കാര്യം തോമസ് അവനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ആ സങ്കീർത്തനത്തിലെ എൻ്റെ പ്രധാന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഭക്തൻ അവൻ്റെ വഴി ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതയാത്രയിൽ അവൻ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് യേശു അവനോട് പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ യേശുവാകുന്ന വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ആ വഴിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യും. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഒരു എന്താ പറയണ്ടേ, ഏത് വഴിയിലേക്ക് പോകണമെന്ന് നമുക്ക് പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ നടത്തും. ഈ സമയത്ത് സംഗീത ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ കടന്ന് മുമ്പോട്ട് വന്ന് തയ്യാറെടുത്താട്ട് ആ സമയത്തേക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ വഴിയാണ് നമ്മൾ അറിയേണ്ടത്. വഴി നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കണം. ആ ദാവീദ് പറഞ്ഞിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വഴി നമ്മുടെ വഴികളായി തീരണം. അല്ലെങ്കിൽ ആ വഴിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പ്രൈസ് ലോർഡ്. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുവാൻ സാധിക്കുമോ? കാര്യം നീതിമാൻ്റെ പ്രത്യേകതകൾ 1-2 വ്യക്തികളെക്കുറിച്ച് സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിലല്ല നമുക്കറിയാം. യോസഫിൻ്റെ കാര്യവും എല്ലാം അവിടെ യോസഫിനെ കുറിച്ച് നീതിമാൻ എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നീതിമാന്മാരെ പോലെ നമ്മൾ കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ സങ്കീർത്തനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത്